പിന്നെന്താ വെച്ചാൽ മമ്മു ആദ്യമായിട്ടൊന്നുമില്ല ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് അറിയുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് ഭയങ്കര സെക്ഷലി ഓരോ സാധനങ്ങൾ ചെയ്യാറുണ്ട്. ഇവര് പിന്നെ ലൈവ് വീഡിയോയിൽ വന്നിട്ട് പിന്നെ പെൺകുട്ടികൾക്ക് ഉമ്മ ചോദിക്കലും, അതേപോലെ പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഈ തടിച്ച ആളുകൾക്ക് നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടാവില്ല, ബ്രസ്റ്റ് പിടിക്കലും അടുത്തുള്ള ആളുടെ പിടിക്കലും, നിങ്ങളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ മൗസ് പോലെ ഉണ്ട്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവനെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മമ്മു എന്ന് പറഞ്ഞ ഈ ചെക്കനെ ചെയ്യേണ്ട കാര്യം ഒന്നും കൗൺസിലിംഗ് കൊടുക്കാന്നുള്ളതാണ് സെക്ഷന്. പിന്നെ അവനെ സംബന്ധിച്ച് അവന് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫേമസ് ആവാന്നുള്ളതാണ് അവന്റെ തലയിലുള്ളിലുള്ളത്. അതിനൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ തൊപ്പി ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ടാവില്ല, ആ വീഡിയോന്റെ ഉള്ളിൽ നിന്നും അവൻ ചെയ്യുന്ന തെറ്റിനൊന്നും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല, നമുക്കറിയില്ലല്ലോ. അത് 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോ. അപ്പം അത് അവിടെയുള്ള ചെക്കന്മാരൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇത് ഭയങ്കര സീനായതുകൊണ്ടാണ് ഇവർ ഹലോ ഗൈസ്, നമ്മുടെ മമ്മുവിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വോയിസ് ക്ലിപ്പ് നമ്മുടെ വഫ ആദ്യമായിട്ട് വെറൈറ്റി മീഡിയന്റെ ഈ ഒരു ഇന്റർവ്യൂ ആയിട്ട് സംബന്ധിച്ച് നല്ല ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുള്ള വഫയുടെ ഒരു സുഹൃത്ത്, മമ്മുവിന്റെ ലൈവ് കാണാറുള്ള ഒരാള് വഫയ്ക്ക് അയച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണിത്. ഈ ഒരു ക്ലിപ്പിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മമ്മുവിന് ഇത്തരത്തിലുള്ള ചില ലൈംഗിക വൈകൃതങ്ങളൊക്കെ അയാളുടെ ലൈവിനകത്ത് പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ. സോ ഞാൻ എന്റെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കൗൺസിലിംഗ് അയാൾക്ക് ആവശ്യമുണ്ട്. മമ്മു 19 വയസ്സെങ്ങാനേ ഉള്ളൂ. 16-17 വയസ്സ് കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ്. ആ ഒരു ഇന്റർവ്യൂക്കകത്ത് അവൻ വിളിച്ചു പോയത് കുളിസിൻ കാണാറുണ്ട് എന്നുള്ള, ഓടൊറിഞ്ഞു പൊട്ടിക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അവന് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഭാവിയിൽ വലിയൊരു അഴുക്കച്ചക്കനാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു വീഡിയോ ചെയ്ത ആങ്കർ ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിലും സോറി വന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ഫേസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് പുള്ളിക്കാരി ഈ ഓൺലൈനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ കണ്ടിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതിനു ശേഷം ഒന്ന് റിലാക്സ് ആയപ്പോഴാണ് ഈ ഒരു സോറി കൊണ്ട് വന്നിട്ടുള്ളതെന്ന്. ഞാനടക്കം ഒരുപാട് പേര് അവർക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വല്ലാത്ത റേഞ്ച് ലെവൽ വിമർശനങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിനകത്തോട്ട് കൂടുതൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് വല്ലാണ്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് കരഞ്ഞു കുത്തി തളർന്നു വന്നിരുന്നിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നത് എന്നുള്ള കാര്യം വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഞാനൊരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. അതായത് ഇന്ന് ഓക്കെ, ഇതൊരു 3 മിനിറ്റ് നേരത്തെ സോറി പറച്ചിലാണ്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അവരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗം ന്യായീകരിക്കുകയല്ല, അവർ ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ വലിയ തെറ്റ് തന്നെയാണ്. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് അവരുടെ റിയാക്ഷൻസ് അറിയിക്കാൻ തുടങ്ങിയ ആ ഒരു ടൈമിന് വെറൈറ്റി മീഡിയ ആ ഒരു വീഡിയോ, അവരുടെ ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോ അത് മുക്കി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഈ ഒരു വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിലൂടെ ഒരു പോസ്റ്റ്, അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, യൂട്യൂബിലും ചാനലുണ്ട്. സോ അതുവഴി ഒരു പോസ്റ്റ്, സോറി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പറയുക, ശേഷം മമ്മുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സോറി പറച്ചില്, പിന്നെ ഈ ഒരു ആങ്കർ, ഇവരും കൂടെ 3 ആളും കൂടെ 3 തരത്തിലൊരു സോറി പറച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും രൂക്ഷമാകത്തില്ലായിരുന്നു പ്രശ്നം. അവരെന്ത് ചെയ്തു എന്ന് പറയുക, വെറൈറ്റി മീഡിയ വീഡിയോ മുക്കി, അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മമ്മുവിന്റെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് അയാളും എവിടെയും സോറി പറഞ്ഞതായിട്ട് കണ്ടിട്ടേ ഇല്ല. ഒരു സോറി, എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ചെയ്ത തെറ്റാണ്, അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയുന്ന ഒരു റിഗ്രറ്റ്, ഒരു സോറിയോ കണ്ടിട്ടില്ല. പകരം തൊപ്പിന്റെ ലൈവിനകത്ത് വലിയൊരു നാടകം തന്നെ കണ്ടു. അതിൽ കുറച്ച് പേര് ചിരിക്കുന്നുണ്ട്, ഈ കരഞ്ഞോണ്ടിരിക്കുന്നവനെ മാറിയിരുന്ന് സോഫയിരുന്ന് ചിരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു, ഞാൻ എന്റെ വീഡിയോക്കകത്ത് കൊടുക്കുന്നില്ല. അപ്പം വലിയൊരു നാടകം തന്നെയാണ് അവിടെ അരങ്ങേറിയത്. ആ നാടകത്തിനകത്ത് അവൻ കരയുന്ന കാര്യങ്ങൾ, തൊപ്പി MRS പുറത്താക്കുന്നതിന്, അവന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന്, ആ ഒരു ഗ്യാങ് അവനെ നെഗറ്റീവ് പറയുന്നതിന്, തൊപ്പി വഴക്ക് പറയുന്നതിന്, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെയാണ് മമ്മു എന്ന് പറയുന്ന പയ്യൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു റിഗ്രറ്റില് പൊതുസമൂഹത്തിനോട് സോഷ്യൽ മീഡിയ നോക്കി ഒരു മാപ്പ് പറച്ചിൽ
അവൻ നടത്തിയിട്ടില്ല. ഇതിപ്പം ഈ ഒരു വെറൈറ്റി മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ വെച്ചിട്ട് തൊപ്പിന്റെ ചാനലിൽ ഒരു കണ്ടന്റ് കിട്ടിയ പോലെയാണ് നടക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ലൈവ് എനിക്ക് തോന്നുന്നു 1 മില്യന്റെ അടുത്ത ആൾക്കാർ, 1 മില്യൺ ഒരു ദിവസത്തിൽ 1.3 മില്യനോ 2 മില്യനോ എങ്ങാണ്ട് എത്തിയും തോന്നുന്നുണ്ട്. സോ അത് അവർക്കൊരു കോണ്ടന്റ് ആയി, അവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായി, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ ഏറ്റവും വലിയ വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറൈറ്റി മീഡിയയാണ് എന്ന് ഞാൻ പറയും. കാരണം വേറൊന്നുമല്ല, ഞാൻ വഫയുടെ ഒരു ചെറിയ വീഡിയോ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. ആരാണ് ഈ പറയണത്? വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത്, എന്നെ ത്രെട്ടൻ ചെയ്യുന്നു, സ്ട്രൈക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ മിസ്റ്റേക്ക്. ആ ഒരു ആങ്കർ അപ്പോളജി പറയുന്ന വീഡിയോ കുറെ പേര് എനിക്ക് അയച്ചു, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്ററെങ്കിലും ഇട്ടോ? എത്ര ആൾക്കാരാണ് ഒരു ഇന്റർവ്യൂ എടുത്ത് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളത്? അത്രയും ആൾക്കാർ അത് റെസ്പോൺസിബിൾ അല്ലേ? നിങ്ങളുടെ മീഡിയ അതിൽ റെസ്പോൺസിബിൾ അല്ലേ? ആ മീഡിയ എന്തെങ്കിലും ഇതിനെ പറ്റി ഇട്ടോ? പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജ് നോക്കൂ. ഞാനിത് പറയാൻ കാരണം ഇതൊരു മിസ്റ്റേക്ക് അല്ല. കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം. നിങ്ങളുടെ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആങ്കർ ആണ്, അവർ പറഞ്ഞ വേർഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇവരുടെ ഈ കോമന്റ് കണ്ടാൽ അറിയാം ഇത് നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ്, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുന്നതാന്ന്. അപ്പൊ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലുള്ള ഒരു മാന്യത നിങ്ങൾക്കില്ലേ? എന്തൊരു ഒഡാസിറ്റി ആണ്. അതൊന്നും പോരാനിട്ട് നിങ്ങൾ ആ ലാസ്റ്റ് ഈ മെസ്സേജിൽ പറഞ്ഞത് നോക്കൂ. അവൻ അങ്ങനെ പറഞ്ഞത് ആളുകൾ വേറെ രീതിയിൽ എടുത്താണ്. അപ്പൊ തെറ്റുമൊത്തം ഇപ്പൊ ആൾക്കാർക്കായി. Aren't you ashamed of yourself, Variety Media? ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഭീഷണിയാണ്. അവർക്ക് എന്താണ് ചാനലിന്റെ റേറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ ഒരു ടൈപ്പ് ഓഫ് ഭീഷണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ഏതെങ്കിലും ക്ലിപ്സ് വെറൈറ്റി മീഡിയൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടും എന്നുള്ള കാര്യം അറിയില്ല. എന്നാലും ഇരിക്കട്ടെ, ഞാൻ സ്ട്രൈക്ക് തരും, ഇത് നിങ്ങളാണ് അവരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂന്റെ ആ ഒരു വിഷയം അല്ലെങ്കിൽ ഇവർ ചെയ്ത ആ ഒരു സംഭവം ന്യായീകരിക്കാനാണ് ഇവർ നോക്കുന്നത്. വഫ അവരുടെ വീഡിയോയ്ക്കകത്ത് പറയുകയുണ്ടായി, ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ അവർക്ക് കട്ട് ചെയ്ത് കളയാമായിരുന്നു, പക്ഷെ ചാനലിലെ റീച്ചിനും ആ ഒരു ഏർണിങ്സിനും വേണ്ടി ഇവർ മനഃപൂർവ്വമാണ് ഈ ഒരു സംഭവം പൊതുസമൂഹത്തിന്റെ അടുത്തോട്ട് എത്തിച്ചത് എന്നുള്ള കാര്യം വഫ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇവരിവിടെ പറയുന്നത്. ആ ഒരു ഭാഗമാണ് ഇവരുടെ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുന്നത്. അവർ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞ അവർ റീച്ചിന് വേണ്ടിയിട്ടാണ്. അത് കണ്ട കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറയും, സോഷ്യൽ മീഡിയക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം അവർക്കറിയാം. അതുവഴി എന്ത് ചെയ്യും, ഇവർക്ക് വ്യൂസും കിട്ടും, ആ വ്യൂസിന് കുറച്ച് പൈസയും കിട്ടും. അതിനുവേണ്ടി മനഃപൂർവ്വം ഇന്റൻഷനോട് കൂടി തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും അതിനുള്ള ഉത്തരം കിട്ടിയതും അത് എഡിറ്റ് പോലും ചെയ്യാതെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതും. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു ഭാഗം വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അവരുടെ ലാഭത്തിന് വേണ്ടി എത്തരത്തിൽപ്പെടുന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ എത്തരത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയക്കകത്തോട്ട് ഇറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. അവരുടെ പണ്ടത്തെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ടായിരിക്കും അവർ അവരുടെ വീഡിയോസ് വൈറലാക്കുന്നത്. ആങ്കറും ഗസ്റ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര തരം താഴ്ന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അത് സോഷ്യൽ മീഡിയക്കകത്തോട്ട് ഇറക്കാനും ഇവർ തയ്യാറാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കമന്റ്. ഇത് വഫയ്ക്ക് കിട്ടിയ ഒരു കമന്റ് ആണ്. അതിനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കൊടുക്കാൻ, നിങ്ങൾ അത് വായിച്ചു നോക്കുക. സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ കാണുന്ന സമയത്ത് ഇവിടെ ആരാണ് വില്ലനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലാണ് എനിക്കൊരു വില്ലനായിട്ട് തോന്നുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആങ്കർ എന്തൊക്കെ ചോദിക്കണം എന്നുള്ള കാര്യം അവർക്ക് കൊടുക്കും. സോ അത് ഇന്റൻഷനോട് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗസ്റ്റിന് കിട്ടുന്ന ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് മസാല ട്യൂണുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാനുള്ള മാന്യത പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയക്കകത്തോട്ട് ഇറക്കി വിടുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വില്ലനായിട്ട് പ്രവർത്തിച്ചത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് എന്നുള്ളത്. ഇതിപ്പം അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ആയിട്ടുള്ള ആങ്കറിന് ഇത്രയധികം മോശപ്പേരുണ്ടായിരുന്നിരിക്കില്ല, ഇത്രയധികം കോളിളക്കങ്ങൾ സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു. ഒരുപക്ഷെ അവർ അത് അറിഞ്ഞിട്ട് ഈ പയ്യനൊന്ന് ഉപദേശിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇത് സൗമ്യമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് അവൻ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാമായിരുന്നു നാലാൾ അറിയാതെ. എന്തായാലും വഫ പറഞ്ഞതും ചെയ്തതും നല്ലൊരു കാര്യം തന്നെയാണ്. അവർ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് ആ സാധനം കൊണ്ടിട്ട സമയത്ത് 3 മില്യന്റെ വ്യൂസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 3 മില്യൺ ആളുകൾ ആ ഒരു വീഡിയോ കാണുകയും അവരെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നിട്ടാണ് വെറൈറ്റി മീഡിയ അവരുടെ ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്നത്. ശേഷമാണ് വെറൈറ്റി മീഡിയ വീണ്ടും ഒരു ഭീഷണിയും കൊണ്ട് വഫയ്ക്ക് അടുത്തോട്ട് ചെല്ലുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ മമ്മൂന്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ് എന്ന് ഉണ്ട് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.